ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തെടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ചേർത്തെടുത്താലും മതി. ഇനി ഒരു പ്ലേറ്റിലേക്ക് അരിപ്പ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് മൈദയും 1 നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിൽ പകുതി ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് അരിച്ചെടുക്കാം. ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുള്ള കേക്ക് ഫ്ലോർ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് മുട്ടയുടെ മഞ്ഞ ആയിട്ടുണ്ട് കേട്ടോ. ഇനി മുട്ടയുടെ മഞ്ഞ മാത്രം എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 2-3 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെയും ബട്ടറിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരം ഈ ഒരു അളവിൽ ഓയിലും പാലും ചേർത്ത് കൊടുത്താൽ മതി. റൂം ടെമ്പറേച്ചറിലുള്ള പാലും ബട്ടറും എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ അരിച്ച് വെച്ചിട്ടുള്ള കേക്ക് ഫ്ലോർ ഒന്ന് നന്നായിട്ട് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പാല് ഇളം ചൂടുള്ള പാലിൽ ബട്ടർ വെച്ചിട്ടൊന്ന് പിന്നീട് അത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം നമ്മൾ കേക്കിൻ്റെ ഫ്ലോറിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി മുട്ടയുടെ വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഒരു 1/4 കപ്പാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ മുട്ടയുടെ മഞ്ഞ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടില്ല. മുട്ടയുടെ മഞ്ഞ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് ഈ ഒരു മുട്ടയുടെ വെള്ളം നന്നായിട്ട് പൊങ്ങി വരും. കേക്ക് ഉണ്ടാക്കുന്നവർക്ക് നന്നായിട്ട് അറിയുമായിരിക്കും. പക്ഷെ എന്നാലും കേക്കിന് സോഫ്റ്റ്നെസ്സിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ ഇങ്ങനെ ചെയ്തത് വെച്ച്. ഇനി ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പൂണ് വെച്ചോ വിസ്ക് വെച്ചോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. പക്ഷേ ഈ ഒരു മെത്തേഡിലൊന്ന് ചെയ്തെടുത്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മഞ്ഞയും അതേപോലെ തന്നെ കേക്ക് ഫ്ലോറിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിത് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാനിതൊരു സോസ് പാനിലാണ് ചെയ്തെടുക്കുന്നത്. സോസ് പാനിൽ ഞാൻ കുറച്ച് ബട്ടർ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് ഓയിലാക്കി കൊടുത്താൽ മതി. ഓയിൽ എടുക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കരുത്. ഏതെങ്കിലും വെജിറ്റബിൾ തന്നെ ഓയിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കേക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടിത് ഞാൻ താഴെ ഒരു കുറച്ച് കട്ടിയുള്ളൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മേലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഹൈ ഫ്ലെയിമിലിടാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. 30 മിനിറ്റ് ചിലപ്പോൾ വേണ്ടില്ല, ഒരു 20-25 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും. ഇതിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കേക്ക് ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നട്ട്സോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. 25 മിനിറ്റ് കൊണ്ടാണ് എനിക്കിത് ബേക്കായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ആക്കി നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ.